കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 3 നടക്കും. ആർഭാടം ഒഴിവാക്കിയാണ് ലോക് ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഡി.കെ. ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കാൻ ചേർന്ന നിയമസഭാ കക്ഷിയോഗം ചേരുമ്പോൾ ബംഗളൂരുവിൽ കർണാടക ദലിത് സംഘടൻ പരമേശ്വരിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കത്തിന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടെ പരിഹാരമാകുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. നിയമസഭാ കക്ഷി യോഗത്തിൽ സിദ്ധരാമയ്യ പാർലമെന്ററി പാർട്ടി നേതാവായി ഡി.കെ. ശിവകുമാറിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ജി. പരമേശ്വര പിന്താങ്ങി. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുമ്പായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ദളിത് സംഘടൻ പ്രകടനം നടത്തി. ജൂൺ 3 ലോക് ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സമയം നിശ്ചയിച്ചത് ജോൾസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും പിന്നീട് മന്ത്രിസഭാ വികസനം നടത്താമെന്നുമാണ് കോൺഗ്രസിലെ ധാരണ. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് ഡി.കെ. ശിവകുമാർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുന്ന സിദ്ധരാമയ്യ സർക്കാർ പാർട്ടി ഏകോപനത്തിന് രൂപം നൽകുന്ന കോർ കമ്മിറ്റിയുടെ ചെയർമാനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സിദ്ധരാമയ്യ മറ്റൊരു അധികാര കേന്ദ്രമാകുമോ എന്ന ആശങ്ക ഡി.കെ. ശിവകുമാറിനുണ്ട്. കോർ കമ്മിറ്റി രൂപീകരണം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ സിദ്ധരാമയ്യ കെ.സി. വേണുഗോപാലും രൺദീപ് സുർജേവാലയും നടത്തിയ ചർച്ചകളെ തുടർന്നാണ് യോഗത്തിലേക്ക് മടങ്ങിയെത്തിയത്. ജനം, ഡൽഹി.